സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പരിച്ഛേദം. അതായിരുന്നു സ്ത്രീ സദസ്സ് എന്ന മുഖാമുഖത്തിൽ കണ്ടത്. കേരളത്തിൽ നടന്ന സ്ത്രീ മുന്നേറ്റങ്ങൾ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സ്ത്രീ സൗഹൃദ നയമാണ് LDF സർക്കാരുകളുടെ മുഖമുദ്രയെന്നും വ്യക്തമാക്കി. നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 7.5 വർഷക്കാലത്തിലേറെയായി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ആ കാഴ്ചപ്പാടോടെ സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും മാതൃകാപരമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ജെൻഡർ ബജറ്റ് ഈ വർഷത്തെ ആകെ ബജറ്റിൻ്റെ 21.5%. ഇത് ചരിത്രപരമാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ സർക്കാരിന്റെ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിലുൾപ്പെടുന്ന കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിനു മുന്നിലെത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കണം എന്ന് തന്നെയാണ് കരുതുന്നത്. തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും നേരിടുന്ന പീഡനങ്ങളെ സംബന്ധിച്ച സ്ത്രീകളുടെ പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും. നീതി വൈകിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കും. ചടങ്ങിലെ മുഖ്യാതിഥികളിൽ ഒരാളായ സിനിമാ താരം ഐശ്വര്യലക്ഷ്മിയുടെ ചോദ്യത്തോടെയാണ് ആശയാവതരണത്തിന് തുടക്കമായത്. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായ ചടങ്ങിൽ മന്ത്രിമാരായ R. ബിന്ദു, P. രാജീവ് എന്നിവരും സന്നിഹിതരായിരുന്നു. 2000-ൽ അധികം പ്രതിനിധികളാണ് ചടങ്ങിന്റെ ഭാഗമായത്. കൈരളി ന്യൂസ്, കൊച്ചി.